സോ നമുക്ക് പൈത്തൺ പഠിക്കാൻ കുറച്ച് നേരം ഞാനിപ്പോൾ ഐഡൽ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻറ്ററാക്റ്റീവ് മോഡിലേക്ക് പോകാം. ആക്ച്വലി ഈ ഐഡൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ 2 വേർഷൻസിലാണ് അവൈലബിൾ. ഒന്ന് ഇൻറ്ററാക്റ്റീവ് മോഡാണ്. ആ ഇൻറ്ററാക്റ്റീവ് മോഡിൽ ചെറിയ ചെറിയ കമാൻഡ്സ്, ചെറിയ ചെറിയ ചോദ്യങ്ങൾ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനോട് നമുക്ക് ചോദിക്കാം. ആൻഡ് എന്തെങ്കിലും ചെറിയൊരു കോഡിങ്ങോ പ്രോഗ്രാം ചെയ്യേണ്ടി വന്നാൽ ദെൻ യു ഹാവ് ടു ക്ലിക്ക് അപ്പോൺ ഈ മെനു ബാർ ഉണ്ടല്ലോ, ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ന്യൂ ഫയൽ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു പുതിയൊരു ഫയൽ തുറക്കപ്പെടും. ആ ഫയലിലാണ് കോഡിങ് ചെയ്യേണ്ടത്, പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ബിഗർ, സോ ചെറിയ ചെറിയ കമാൻഡ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇൻറ്ററാക്റ്റീവ് മോഡിൽ ടൈപ്പ് ചെയ്താൽ മതി. ആൻഡ് പൈത്തണിൽ ബേസിക്കലി 7 ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് ആണ് ഇറ്റ് സപ്പോർട്ട്സ്. ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ആണ്. ഇൻറ്റിജർ വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അധികം സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. ആൻഡ് ദ സെക്കൻഡ് ഡേറ്റ ടൈപ്പ് ഈസ് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് ആണ്. ഇതിന് നമുക്ക് ഡെസിമൽ വാല്യൂസ് ഉൾപ്പെടുത്താം. പോയിന്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഡെസിമൽ വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കോംപ്ലക്സ് ഡേറ്റ ടൈപ്പ് ആണ്. നെക്സ്റ്റ് സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് ആണ്. ആക്ച്വലി സ്ട്രിംഗിന് ഫുൾ ഫോമിൽ നമ്മൾ ടൈപ്പ് ചെയ്താലും ബേസിക്കലി STR ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് ആണ്. അതുപോലെ തന്നെ ലിസ്റ്റ് ഡേറ്റ ടൈപ്പ്, നെക്സ്റ്റ് ടപ്പിൾ ഡേറ്റ ടൈപ്പ്, നെക്സ്റ്റ് ഡിക്ഷണറി ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഡിക്ഷണറി എന്ന് ഫുൾ ലെങ്ത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്താലും അതിൻ്റെ ഷോർട്ട് കട്ട് ഫോം എപ്പോഴും പൈത്തൺ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഡിക്റ്റൻ ആണ്. സോ ദീസ് ആർ ദ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ് സപ്പോർട്ടഡ് ബൈ പൈത്തൺ. ഇതിലധികം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ഇനീഷ്യലി സ്ട്രിംഗിൽ നിന്നാണ്. സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ പൈത്തണിൽ ഇറ്റ് സപ്പോർട്ട്സ് 256 ക്യാരക്ടേഴ്സ് ആണ് പൈത്തൺ സപ്പോർട്ട് ചെയ്യുക. അതിൽ ലോവർ കേസ് എ തൊട്ട് ലോവർ കേസ് Z വരെയുള്ള 26 ആൽഫാബെറ്റ്സ് ദേ ആർ ക്യാരക്ടേഴ്സ്. ആൽഫാബെറ്റ് ക്യാരക്ടേഴ്സ് ആണ് ഈ ഫാമിലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്യാപിറ്റൽ A ടു ക്യാപിറ്റൽ Z വരെ 26 ആൽഫാബെറ്റ്സ് ആണുള്ളത്. സോ ഇത് അപ്പർ കേസ് ആൽഫാബെറ്റ്സ് ആണ്. എനിവേ ഈ ലോവർ കേസ് A ടു Z, അപ്പർ കേസ് A ടു Z, 26 പ്ലസ് 26 52 ക്യാരക്ടേഴ്സ് ഔട്ട് ഓഫ് 256 നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ദേ ബിലോങ് ടു ആൽഫാബെറ്റ്, ക്യാരക്ടേഴ്സ് ആണ്, ആൽഫാബെറ്റ് ക്യാരക്ടേഴ്സ് ആണ് ഫാമിലി. നെക്സ്റ്റ് 0 തൊട്ട് 9 വരെ ദേ ആർ കോൾഡ് ആസ് ഡിജിറ്റ് ക്യാരക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിൽ ഇപ്പോൾ സംതിങ് പേര് വരും, ഏറ്റവും അവസാനം ചിലർ എന്ത് ചെയ്യും, ഇയർ ഓഫ് ബർത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. സോ ഒരു സ്ട്രിങ്ങിൻ്റെ, ഒരു ടെക്സ്റ്റിൻ്റെ, ഒരു സെൻറ്റൻസിൽ നമുക്ക് ഇങ്ങനെ ഡിജിറ്റ്സ് കണ്ടാൽ ആക്ച്വലി ദേ ആർ നോട്ട് ന്യൂമറിക്കൽസ്. അത് ഇൻറ്റിജർസ് ആയിട്ട് ട്രീറ്റ് ആവില്ല. ദേ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ക്യാരക്ടർ ഫാമിലി. സോ ദേ ആർ കോൾഡ് ആസ് സ്പെസിഫിക്കലി ഡിജിറ്റ് ക്യാരക്ടേഴ്സ് ആണ് 10. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വൈറ്റ് സ്പേസ് ഒരു സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ അവിടെ എന്തായി, empty സ്പേസ് പ്രിൻ്റ് ആയി. ബാക്ക് സ്പേസ്, എൻ്റർ സിമ്പിൾ, ഇങ്ങനെ എല്ലാം ക്യാരക്ടർ സിമ്പിൾസ് ആട്ടോ. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് ഡോളർ സിമ്പിൾ, ദെൻ പെർസെൻറ്റൈൽ സിമ്പിൾ, ദെൻ @ സിമ്പിൾ, ഡബിൾ കോഡ്സ്, സ്റ്റാർ, ഇതൊക്കെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഫാമിലി. അങ്ങനെ പൈത്തണിൽ 256 ക്യാരക്ടേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എസ് എന്ന് പറയുന്ന വേരിയബിളിൽ ഞാൻ ഒരു സ്ട്രിങ് കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്തെന്ന് വെച്ചോ, ഹലോ ഹൗ ആർ യു, ഓക്കെ, ആൻഡ് സംതിങ് ഡിജിറ്റ് ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്തു, ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തു. ആക്ച്വലി ഈ ഡബിൾ കോഡ്സിൽ അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിൽ നമ്മൾ എൻക്ലോസ് ചെയ്യുന്ന ഈ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. So how to define a string in Python is nothing but collection of group of characters either within double quotes or single quotes will be treated as a string. ഇപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്, ഒരുപാട് ആൽഫാബറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഡിജിറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. അങ്ങനെ ഇതിനൊരു സ്ട്രിംഗ് എന്ന് പറയും. നെക്സ്റ്റ് പൈത്തണിൽ വരുന്ന അടുത്ത ഡേറ്റ ടൈപ്പാണ് ലിസ്റ്റ്. വാട്ട് ഈസ് എ ലിസ്റ്റ്? ലിസ്റ്റ് ഈസ് നത്തിങ് ബട്ട് കളക്ഷൻ ഓഫ് വാല്യൂസ് വിതിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഫോർ എക്സാമ്പിൾ y എന്ന് പറയുന്ന വേരിയബിളിന് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു സെറ്റ് ഓഫ് ഇങ്ങനെ മൾട്ടിപ്പിൾ മിക്സ്ഡ് ഡേറ്റ ടൈപ്പ് വാല്യൂസ് കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്യാം. എന്താണ് മിക്സ്ഡ് എന്ന് ഞാൻ പറയാം. വെയിറ്റ് എ മിനിറ്റ് പ്ലീസ്, ഞാൻ ടൈപ്പ് ചെയ്യട്ടെ. ഫോർ എക്സാമ്പിൾ ഇതൊരു ലിസ്റ്റാണ്. റൈറ്റ് സൈഡ് നോക്കുക, ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ഓഫ് വാല്യൂസ് എൻക്ലോസ് ചെയ്തു. ഈ സെറ്റ് ഓഫ് വാല്യൂസിൽ പല തരത്തിലുള്ള ഡേറ്റ ടൈപ്പ് വാല്യൂസ് ആണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 3 എലിമെൻ്റൽ വാല്യൂസ് കാണുമ്പോൾ ഇൻറ്റിജേഴ്സ് ആയിട്ടും, നെക്സ്റ്റ് 2 ഫ്ലോട്ട് ആയിട്ടും, ആൻഡ് ദ ലാസ്റ്റ് എലിമെൻ്റൽ വാല്യൂ ഹാപ്പൻസ് ടു ബി it's a string. So what is the definition of a list? List is nothing but collection of elemental values of any data type within square brackets. അതിനെ നമുക്ക് ലിസ്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ടപ്പിൾ ഡേറ്റ ടൈപ്പ് എങ്ങനെ കാണപ്പെടും? Z എന്ന് പറയുന്ന വേരിയബിളിന് ഇൻസ്റ്റഡ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ കോപ്പി ചെയ്യുന്നു. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇൻസ്റ്റഡ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഞാൻ പെറാന്തസിസിലെ എൻക്ലോസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതെന്തായി, ഇറ്റ്സ് എ ടപ്പിൾ എന്ന് വിളിക്കപ്പെടും കേട്ടോ. സോ ടപ്പിൾ ഈസ് parenthesis and the list is square brackets in the ഉള്ളിൽ enclose ചെയ്യുന്ന set of values. And the last fundamental data type happens to be dictionary. എന്താണ് ഡിക്ഷണറി? സംതിങ് ലൈക്ക് ബി എന്ന് പറയുന്ന വേരിയബിളിനെ കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ ഫോർ എക്സാമ്പിൾ 1 കോളൻ സിംഗിൾ കോട്ടിൽ എ, 2 കോളൻ സിംഗിൾ കോട്ടിൽ സി ആൻഡ് 3 കോളൻ സിംഗിൾ കോട്ടിൽ ഡി. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എത്ര ഐറ്റംസ് ആണ് ഞാനിപ്പോൾ ഇനീഷ്യലൈസ് ചെയ്തത്? സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എത്ര ഐറ്റംസ് ഗ്യാദർ ചെയ്തു? 3 ഐറ്റംസ്. ഓക്കെ, എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിക്ഷണറി ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഓരോ എലിമെൻറ്റിനെ നിങ്ങൾ സ്പെഷ്യലായിട്ട്, വിച്ച് ഇസ് സെപ്പറേറ്റഡ് ബൈ യൂസിങ് എ കോമ ഓപ്പറേറ്റർ, നിങ്ങൾ സ്പെഷ്യലായിട്ട് ഇതിനെ ഐറ്റം എന്ന് വിളിക്കണം. സോ വാട്ട് ഈസ് എ ഡിക്ഷണറി? ഡിക്ഷണറി ഈസ് നത്തിങ് ബട്ട് കളക്ഷൻ ഓഫ് ഐറ്റംസ്. ഈ ഡിക്ഷണറിയിൽ എത്ര ഐറ്റംസ് ഞാൻ ഗ്യാദർ ചെയ്തു? 3 ഐറ്റംസ് ആണ് ഞാൻ ഗ്യാദർ ചെയ്തത്. ആദ്യത്തെ ഐറ്റം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ നമുക്ക് കോളൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്ക് കോളൻ്റെ മുൻപിലുള്ളത് കീ ആയിട്ടും അതിൻ്റെ അസോസിയേറ്റഡ് വാല്യൂ കോളൻക്ക് പിൻപിലുള്ളതാണ്. ഇപ്പോൾ 1 എന്ന് പറയുന്ന കീ, ഓക്കെ, 1 ആക്ട്സ് ആസ് എ കീ ആൻഡ് സിംഗിൾ കോട്ടിൽ അതിൻ്റെ അസോസിയേറ്റഡ് വാല്യൂ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. ഞാൻ ഷോർട്ട് കട്ടിൽ എ എന്ന് ടൈപ്പ് ചെയ്തു. എ എന്ന് പറയുന്ന ഒരാളുടെ പേര് നമ്മൾ ഏത് കീ ആയിട്ട് അസോസിയേറ്റ് ചെയ്തു? 1 എന്ന് പറയുന്ന കീ ആയിട്ട് അസോസിയേറ്റ് ചെയ്തു. ഇൻഫാക്ട് നിങ്ങൾക്കൊരു ഐഡിയ ക്ലിക്കായി കാണും. 1 represents the key represents the roll number and that roll number and this particular name, that is A in this case, is associated with that roll number 1. 1 റോൾ നമ്പറിനെ നമ്മളിപ്പോൾ എ എന്ന് പറയുന്ന പേര് 1 എന്ന് പറയുന്ന റോൾ നമ്പറിലേക്ക് അസോസിയേറ്റ് ചെയ്തു, മാപ്പ് ചെയ്തു. സോ ഡിക്ഷണറി ഈസ് നത്തിങ് ബട്ട് കളക്ഷൻ ഓഫ് ഐറ്റംസ്. വേർ ഇൻ വാട്ട് ഈസ് എൻ ഐറ്റം യു മേ ആസ്ക് മീ? ഇതല്ലേ ഐറ്റം? ഇത് ഫസ്റ്റ് ഐറ്റം ആണ്, ഇത് സെക്കൻഡ് ഐറ്റം ആണ്. വാട്ട് ഈസ് എൻ ഐറ്റം? ഐറ്റം ഈസ് നത്തിങ് ബട്ട് it's a combination, combo. It's a combination of key and its associated value. Hope you understood. Okay. Then after that, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ 7 ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ബാക്കി ഇൻറ്റിജർ, ഫ്ലോട്ട്, കോംപ്ലക്സ് ഇതൊക്കെ എളുപ്പമാണല്ലോ. എ എന്ന് പറയുന്ന വേരിയബിളിന് 7 ഇനീഷ്യലൈസ് ചെയ്തു. ബി എന്ന് പറയുന്ന വേരിയബിളിന് 9.8 ഇനീഷ്യലൈസ് ചെയ്തു. സോ ബി വേരിയബിൾ ഇവിടെ ഞാൻ ബി അല്ല, വീണ്ടും ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം വേരിയബിളിനെയും ഇവിടെ ഇല്ലാത്തൊരു വേരിയബിളിനെയും നമുക്ക് സ്പെസിഫൈ ചെയ്യാം. സോ ആദ്യം എസ് വേരിയബിൾ, ഇറ്റ്സ് എ സ്ട്രിങ് വേരിയബിൾ. കാരണം എന്താണ്? സ്ട്രിങ് ആണ് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത വാല്യൂ. വൈ എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് വേരിയബിൾ, ബിക്കോസ് ലിസ്റ്റ് ആണ് നമുക്ക് ആ വൈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിച്ചു. സെഡ് എന്ന് പറയുന്ന വേരിയബിൾ ടപ്പിൾ ആണ്. ബി എന്ന് പറയുന്ന വേരിയബിൾ ഇറ്റ്സ് എ ഡിക്ഷണറി വേരിയബിൾ. എ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻറ്റിജർ വേരിയബിൾ. ആൻഡ് സി എന്ന് പറയുന്നത് എന്താണ്? സി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്ലോട്ട് വേരിയബിൾ. പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം അറിയേണ്ടത്, സ്ലൈസിങ് എന്ന് പറയുന്ന, ഞാനിപ്പോൾ തുടക്കക്കാരെ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുന്നില്ല. കാരണം വിൽ കീപ്പ് ഓൺ ഡ്രാഗിങ് ദ സെഷൻ. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെന്ന രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സ്ലൈസിങ് ആണ് അടുത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് ജനറൽ കോമൺ സെൻസ് ഉള്ള കുട്ടികളല്ലേ, 16 വയസ്സായ കുട്ടികളല്ലേ, പെട്ടെന്ന് മനസ്സിലാക്കാം. ആദ്യം ഈ വൈ എന്ന് പറയുന്ന വേരിയബിൾ എന്താണ്? ഇറ്റ്സ് എ ലിസ്റ്റ് വേരിയബിൾ. വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദിസ് ലിസ്റ്റ്? അടുത്ത് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഈ ലിസ്റ്റിൻ്റെ സൈസ് എന്താണെന്ന്. സൈസ് എന്ന് പറഞ്ഞാലും ലെങ്ത് എന്ന് പറഞ്ഞാലും നത്തിങ് ബട്ട് ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ എത്ര എലിമെൻറ്റ്സ് അതിൻ്റെ കൗണ്ടാണ്. ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? 3, 4, 5, 6. സോ വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദിസ് ലിസ്റ്റ്? This size of this list happens to be 6 elements. ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ 6 എലിമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് ഈ ലിസ്റ്റിൻ്റെ സൈസ് 6ആണ്, ലെങ്ത് 6ആണ്. ഇറ്റ്സ് ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എലിമെൻ്റൽ വാല്യൂ, ആക്ച്വലി ഇൻ പൈത്തൺ സീക്വൻഷ്യൽ ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എക്സാമ്പിൾ ആദ്യം ഞാൻ പറയാം എന്താണ് സീക്വൻഷ്യൽ ഡേറ്റ ടൈപ്പ്, പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾസ് ഓഫ് സീക്വൻഷ്യൽ ഡേറ്റ ടൈപ്സ് ഞാൻ പറഞ്ഞു തരാം. സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ്, ഓക്കെ, ലിസ്റ്റ് ഡേറ്റ ടൈപ്പ്, ടപ്പിൾ ഡേറ്റ ടൈപ്പ്. ഈ 3 ഡേറ്റ ടൈപ്സിനെയാണ് സീക്വൻഷ്യൽ ഡേറ്റ ടൈപ്സ്. എന്താണ് സീക്വൻഷ്യാലിറ്റി? ഈ ഓരോ ഡേറ്റ ടൈപ്പിൻ്റെ ഉള്ളിലുള്ള ഓരോ എലിമെൻ്റൽ വാല്യൂ ഒരു ഇൻഡെക്സ് വാല്യൂ കൊണ്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്യും. ഒന്നുകൂടി ഞാൻ പറയാം. ഈ പ്രത്യേക ഫോർ എക്സാമ്പിൾ സ്ട്രിംഗ് എടുത്തു. സ്ട്രിങ്ങിൻ്റെ ഉള്ളിലുള്ള ഓരോ ക്യാരക്ടർ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദെയർ ഇൻഡെക്സ് വാല്യൂസ് കൊണ്ട് ആ പെർട്ടിക്കുലർ ഡേറ്റ ടൈപ്പിൻ്റെ ഉള്ളിലുള്ള ഓരോ എലിമെൻറ്റും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. ഇൻഡെക്സിങ് ഇസ് ഓഫ് 2 ടൈപ്സ്. ഫോർ എക്സാമ്പിൾ ഈ എസ് എന്ന് പറയുന്ന വേരിയബിളിന് ഒരു സ്ട്രിംഗ് കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്തില്ലേ അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ തൊട്ട് നമുക്ക് ലാസ്റ്റ് ക്യാരക്ടർ വരെ ഫോർവേഡ് ഡിറക്ഷനിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് ക്യാരക്ടറായ ആംപർസാൻഡ് തൊട്ട് ഫസ്റ്റ് ക്യാരക്ടർ വരെ ബാക്ക്വേർഡ് ഡിറക്ഷനിൽ
ട്രാവൽ ചെയ്യാം. സോ സ്ട്രിംഗ് ആകാം, അല്ലെങ്കിൽ ലിസ്റ്റ് ആകാം. ലിസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് എലിമെന്റ് ടു ലാസ്റ്റ് എലിമെന്റ് ട്രാവൽ ചെയ്യാം, ലാസ്റ്റ് എലിമെന്റ് തൊട്ട് ഫസ്റ്റ് എലിമെന്റ് വരെ ട്രാവൽ ചെയ്യാം. സോ ഒരു ലിസ്റ്റിന്റെ ഉള്ളിലാകാം, സ്ട്രിങ്ങിന്റെ ഉള്ളിലാകാം, അല്ലെങ്കിൽ ടപ്പിളിന്റെ ഉള്ളിലാകാം. നമുക്ക് രണ്ട് രീതിയിൽ ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഫോർവേഡ് ഡിറക്ഷൻ, ദാറ്റ് ഈസ് അസെൻഡിങ് ഓർഡർ എന്നും പറയും കേട്ടോ. ബാക്ക്വേർഡ് ഡിറക്ഷൻ ആർ റിവേഴ്സ് ഡിറക്ഷൻ ആർ ഡിസെൻഡിങ് ഓർഡർ എന്നും പറയും. സോ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ സീക്വൻഷ്യൽ ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ആ പെർട്ടിക്കുലർ ഡേറ്റ ടൈപ്പിൻ്റെ ഉള്ളിലുള്ള ഓരോ എലിമെൻ്റൽ വാല്യൂവിന് നമുക്ക് ഇൻഡെക്സിങ് കൊടുക്കാൻ സാധിക്കും. ഇൻഡെക്സിങ്, സോ ഷോർട്ട് കട്ടിൽ പറയണമെങ്കിൽ ഇൻഡെക്സ്ഡ് ഡേറ്റ ടൈപ്സ് കൻ ആൾസോ ബി കോൾഡ് ആസ് സീക്വൻഷ്യൽ. എന്താണ് അതിനർത്ഥം ഞാൻ പറഞ്ഞു തരാം. സോ ഓക്കെ, ഇപ്പോൾ വൈ എന്താണ്? ഇറ്റ്സ് എ ലിസ്റ്റ് അല്ലേ. ഞാൻ ലെറ്റ് മീ മാക്സിമൈസ് ദിസ് വിൻഡോ. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലിസ്റ്റ് അല്ലേ. ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? 6 എലിമെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് എലിമെൻറ്റ് തൊട്ട് ലാസ്റ്റ് എലിമെൻറ്റ് വരെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഫോർവേഡ് ഡിറക്ഷനിൽ each and every element of that list is recognized by its indexing. Indexing is of two types. Forward direction ആണെങ്കിൽ പോസിറ്റീവ് ഇൻഡെക്സിംഗ് ആണ്. ബാക്ക്വേർഡ് ഡിറക്ഷൻ, ലാസ്റ്റ് എലിമെൻറ്റ് ടു ഫസ്റ്റ് എലിമെൻറ്റ് വരെ നീ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്താൽ യു ഹാവ് ടു യൂസ് നെഗറ്റീവ് ഇൻഡെക്സിങ്. സോ ഫസ്റ്റ് എലിമെന്റ് തൊട്ട് ലാസ്റ്റ് എലിമെന്റ് വരെ ട്രാവൽ ചെയ്യണമെങ്കിൽ ട്രാവൽ ചെയ്താൽ ഇറ്റ്സ് പോസിറ്റീവ്. ഫസ്റ്റ് ഇൻ ദ ഫോർവേഡ് ഡിറക്ഷൻ ഓക്കെ പോസിറ്റീവ് ഇൻഡെക്സിംഗ് ആണ്. ബാക്ക് ടു ലാസ്റ്റ് എലിമെന്റ് ഓഫ് ദറ്റ് ലിസ്റ്റ് ടു ഫസ്റ്റ് എലിമെന്റ് ഓഫ് ദറ്റ് ലിസ്റ്റ് വരെ ട്രാവൽ ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ഇൻഡെക്സിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ഡിറക്ഷൻ നോക്ക്, ഫസ്റ്റ് എലിമെന്റ് 1, ഇറ്റ്സ് ഇൻഡെക്സിംഗ് ഇസ് 0 1. Positive indexing starts from 0. So first element in the forward direction, its index is 0. Second element in the index 1. 0 തൊട്ട് തുടങ്ങണം, അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ 6 എലിമെന്റ്സ് ഉള്ള ലിസ്റ്റ് ആയതുകൊണ്ട്, ഫോർവേഡ് ഡിറക്ഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് എലിമെന്റിന്റെ ഇൻഡെക്സ് 0 ആണ്. ഒരു സെക്കൻഡ്, ഫസ്റ്റ് എലിമെന്റിന്റെ ഇൻഡെക്സ് 0 ആണ്, സെക്കൻഡ് എലിമെന്റിന്റെ ഇൻഡെക്സ് 1 ആണ്, 2 ആണ്, 3 ആണ്, 4 ആണ്, 5 ആണ്. കാരണം എന്താണ്? 6 എലിമെന്റ്സ് ഉള്ളത് കൊണ്ട് ഫോർവേഡ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് എലിമെന്റ് ടു ലാസ്റ്റ് എലിമെന്റ് ഇൻഡെക്സിംഗ് സ്റ്റാർട്ട്സ് ഫ്രം 0. ദാറ്റ് ഷുഡ് ബി കൻ ആൾസോ ബി കോൾഡ് ആസ് പോസിറ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ 6 എലിമെന്റ്സ് ഉണ്ടെങ്കിൽ 0 തൊട്ട് ഫോർവേഡ് ഡയറക്ഷനിൽ തുടങ്ങുന്നത് കൊണ്ട്, ഫസ്റ്റ് എലിമെന്റ് തൊട്ട് തുടങ്ങുന്നത് കൊണ്ട്, 6 എലിമെന്റ്സ് ഉള്ള ലിസ്റ്റ് ആണെങ്കിൽ ആ 6ാമത്തെ എലിമെന്റിന്റെ ഇൻഡെക്സ് എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പറ, 10 എലിമെന്റ്സ് ഉള്ള ലിസ്റ്റ് ആണെങ്കിൽ ഇൻഡെക്സിംഗ് സ്റ്റാർട്ട്സ് ഫ്രം ഫോർവേഡ് ഇൻഡെക്സിംഗ്, പോസിറ്റീവ് ഇൻഡെക്സിംഗ്, അസെൻഡിങ് ഓർഡർ ഇൻഡെക്സിംഗ് സ്റ്റാർട്ട്സ് ഫ്രം വെയർ ടു വെയർ? 0 തൊട്ട് എവിടെ വരെ പോകും? 10 എലിമെന്റ്സ് ഉള്ള ലിസ്റ്റ് ആണെങ്കിൽ 9 വരെ പോവുള്ളൂ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. അതേ ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഈ ലാസ്റ്റ് എലിമെന്റ് തൊട്ട് ഫസ്റ്റ് എലിമെന്റ് വരെയല്ല നമ്മൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ലാസ്റ്റ് എലിമെന്റ് തൊട്ട് ഫസ്റ്റ് എലിമെന്റ് വരെ യു ആർ ട്രാവലിംഗ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. സോ ലാസ്റ്റ് എലിമെന്റിന്റെ ഇൻഡെക്സ് എന്തായിരിക്കണം? -1 തൊട്ട് നെഗറ്റീവ് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞില്ലേ. -1 is the index of the last element, -2 is the index of the its before element, and -3 is the index of its before element, -4 is the index of its before element. അങ്ങനെ 6 എലിമെന്റ്സ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് എലിമെന്റ് തൊട്ട് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഇൻഡെക്സിംഗ് കൊടുക്കുന്നത് കൊണ്ട്, -1 കൊണ്ട് തുടങ്ങുന്നത് കൊണ്ടും 6 എലിമെന്റ്സ് ഉള്ള ലിസ്റ്റ് ആയതുകൊണ്ട് ആദ്യത്തെ എലിമെന്റിന്റെ ഇൻഡെക്സ് എന്തായിരിക്കും? -6 ആയിരിക്കും. സോ ഈ ലിസ്റ്റിന്റെ ഉള്ളിലുള്ള ഓരോ എലിമെന്റ് ഫോർവേഡ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് ഇൻഡെക്സ് കൊണ്ട് റെക്കഗ്നൈസ് ചെയ്യാം, ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ഇൻഡെക്സ് കൊണ്ട് റെക്കഗ്നൈസ് ചെയ്യാം. അടുത്ത കോൺസെപ്റ്റ് എന്താണ്? സ്ലൈസിങ്. എനിക്ക് ഈ ലിസ്റ്റിന്റെ ഉള്ളിലുള്ള ഫസ്റ്റ് എലിമെന്റ് മാത്രം സ്ലൈസ് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കണമെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ്, അപ്പോൾ ആ ലിസ്റ്റിന്റെ ഉള്ളിൽ ആദ്യത്തെ 3 എലിമെന്റ്സ്, ആദ്യത്തെ 2 എലിമെന്റ്സ്, ആദ്യത്തെ എലിമെന്റ്, ഇഷ്ടമുള്ള എലിമെന്റ് ആ ലിസ്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കണമെങ്കിൽ ഇൻഡെക്സിംഗ് ഉപയോഗിച്ചാണ് നമ്മൾ സ്ലൈസ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ലിസ്റ്റ് വേരിയബിൾ? വൈ അല്ലേ. സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ ഞാൻ 0 റെപ്രസെന്റ് ചെയ്തു. ആക്ച്വലി ഈ പെർട്ടിക്കുലർ കമാൻഡിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. വൈ എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് വേരിയബിളാണ്. തൊട്ടടുത്ത സ്ക്വയർ ബ്രാക്കറ്റിൽ 0 റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് എലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിന്റെ ഉള്ളിൽ 0 ഇൻഡെക്സിൽ, 0 ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പോയിന്റിംഗ് ടു ദ ഫസ്റ്റ് എലിമെന്റ് അല്ലേ. ബിക്കോസ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ഇൻഡെക്സിംഗ് പോസിറ്റീവ് ആണ്, ഷുഡ് സ്റ്റാർട്ട് ഫ്രം 0. സോ 0 represents the index of the first element ആയതുകൊണ്ട് യു ആർ സ്ലൈസിംഗ് ദ ഫസ്റ്റ് എലിമെന്റ് ഓഫ് ദറ്റ് ലിസ്റ്റ്. കണ്ടോ, 1 is the output. ആ ഒറ്റ എലിമെന്റ് സ്ലൈസ് ചെയ്തു. ഇപ്പോൾ നീ പറ തേർഡ് എലിമെന്റ് സ്ലൈസ് ചെയ്യണം. അപ്പോൾ വൈ ഓഫ്, വേറൊരു കാര്യം പറയട്ടെ, നമുക്ക് ലിസ്റ്റിന്റെ ഉള്ളിലുള്ള ഒരു പെർട്ടിക്കുലർ എലിമെന്റ് സ്ലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് എലിമെന്റ്സ് സ്ലൈസ് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കണമെങ്കിൽ ഒന്നെങ്കിൽ പോസിറ്റീവ് ഇൻഡെക്സിംഗ് ഉപയോഗിച്ച് സ്ലൈസ് ചെയ്യാം, നെഗറ്റീവ് ഇൻഡെക്സിംഗ് ഉപയോഗിച്ച് സ്ലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് എലിമെന്റ് തന്നെ നമുക്ക് 2 തരത്തിലുള്ള ഇൻഡെക്സിംഗ് ആണ്. ഒന്ന് ഫോർവേഡ് ഇൻഡെക്സിംഗ്,
പോസിറ്റീവ് ഇൻഡെക്സ് വാല്യൂ ഉണ്ടാവും. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് എലിമെന്റ് ആരാണ്? ലാസ്റ്റ് എലിമെന്റ് അല്ലേ? ടോട്ടൽ എത്ര എലിമെന്റ്സ് ഉണ്ട് ലിസ്റ്റിൽ? 6 എലിമെന്റ്സ് ഉള്ളത് കൊണ്ട് നെഗറ്റീവ് ഇൻഡെക്സിംഗ് ഉപയോഗിച്ച് എങ്ങനെ സ്ലൈസ് ചെയ്യും? y(-6). ടോട്ടലി വാട്ട് ഇസ് ദ സൈസ് ഓഫ് ദറ്റ് ലിസ്റ്റ്? 6 എലിമെന്റ്സ് ഉള്ള ലിസ്റ്റാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് ഫസ്റ്റ് എലിമെന്റ് 6ാമത്തെ എലിമെന്റ് ആയതുകൊണ്ട് ബാക്കിൽ നിന്ന് നെഗറ്റീവ് വാല്യൂ. സോ y(-6) സെയിം തന്നെ. കണ്ടോടാ, ഒരേ എലിമെന്റ് നമുക്ക് പോസിറ്റീവ് ഇൻഡെക്സിംഗ് ഉപയോഗിച്ച് സ്ലൈസ് ചെയ്യാം, നെഗറ്റീവ് ഇൻഡെക്സിംഗ് ഉപയോഗിച്ച് സ്ലൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ലാസ്റ്റ് എലിമെന്റൽ വാല്യൂ ആയ സ്ട്രിംഗ് ഹലോ അത് മാത്രം സ്ലൈസ് ചെയ്ത് ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കണം. പോസിറ്റീവ് ഇൻഡെക്സിംഗ് ഉപയോഗിച്ച് സ്ലൈസ് ചെയ്യാം, നെഗറ്റീവ് ഇൻഡെക്സിംഗ് ഉപയോഗിച്ച് സ്ലൈസ് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് ഡിറക്ഷൻ അല്ലേ? അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ എലിമെന്റ് എത്രാമത്തെ എലിമെന്റ്? 6ാമത്തെ എലിമെന്റ് അല്ലേ? 6ാമത്തെ എലിമെന്റ് ആണെങ്കിൽ അതിന്റെ ഇൻഡെക്സ് എത്ര? 5 അല്ലേ? സോ y(5) വിൽ ഗിവ് യു ഹലോ. ഇൻ ദ സെയിം വേ പുറകിൽ നിന്ന് ഫസ്റ്റ് എലിമെന്റ് അല്ലേ? y(-1) ആൾസോ വിൽ ഗിവ് യു ദ സെയിം ഔട്ട്പുട്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് എലിമെന്റ്സ്, നമുക്കിപ്പോൾ ഒറ്റ എലിമെന്റ് ആണ് ഈ പ്രീവിയസ് കമാൻഡ്സിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് കാണിച്ചത്. നമുക്ക് അങ്ങനെയല്ല, ഫസ്റ്റ് 3 എലിമെന്റ്സ് സ്ലൈസ് ചെയ്യണം. അപ്പോൾ 0 ഇൻഡെക്സ് തൊട്ട് 3 എന്ന് നിങ്ങൾ പറയും അല്ലേ? 3 അല്ല, ഫസ്റ്റ് 3 എലിമെന്റ്സ് അല്ലേ? 0 ഇൻഡെക്സ് ആണിത്, ഇത് 1 ഇൻഡെക്സ് ആണ്, ഇത് 2 ഇൻഡെക്സ് ആണ് അല്ലേ? 2 ആണെങ്കിലും 0 തൊട്ട് 2 വരെ എന്നല്ല പറയേണ്ടത്, 0 തൊട്ട് 3 വരെ എന്നാണ് പറയേണ്ടത്. കാരണം എന്തറിയോ, ഇത് സ്റ്റാർട്ട് ഇൻഡെക്സ് 0 ഇൻഡെക്സ് തൊട്ട് 3rd ഇൻഡെക്സ് വരെ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പറ, മാത്സ് അറിയുന്ന കുട്ടികളല്ലേ, 0 തൊട്ട് 3 വരെ എന്ന് പറയുമ്പോൾ അത് ഫോർവേഡ് ഡിറക്ഷൻ ആണോ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡിറക്ഷൻ ആണോ? പോസിറ്റീവ് ഇൻഡെക്സിങ് 0 ഇൻഡെക്സ് തൊട്ട് 3rd ഇൻഡെക്സ് വരെ നമ്മൾ ട്രാവൽ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഫോർവേഡ് ഡിറക്ഷൻ. ഫോർവേഡ് ഡിറക്ഷൻ ആണെങ്കിൽ വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അസെൻഡിങ് ഓർഡർ ആർഗ്യുമെന്റ്സ് ആണെങ്കിൽ 0 തൊട്ട് 3 വരെ എന്ന് പറയുമ്പോൾ അസെൻഡിങ് ഓർഡർ അല്ലേ? 0 കഴിഞ്ഞിട്ട് 1, 1 കഴിഞ്ഞിട്ട് 2, 2 കഴിഞ്ഞിട്ട് 3, അസെൻഡിങ് ഓർഡർ അല്ലേ? അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ഇറ്റ് വിൽ ഗോ ഓൺലി അപ് ടു സെക്കൻഡ് ആർഗ്യുമെന്റ് -1. അതാണ് ബേസിക് റൂൾ. അപ്പോൾ 0 ഇൻഡെക്സ് തൊട്ട് 2 ഇൻഡെക്സ് വരെയുള്ള എലിമെന്റ്സ് ആണ് ഞാൻ ഇതുവഴി സ്ലൈസ് ചെയ്ത് കാണിക്കുന്നത്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് y(2)(5)(6)? നിങ്ങൾ പറ, സെക്കൻഡ് ഇൻഡെക്സ് തൊട്ട് 6th ഇൻഡെക്സ് വരെ. സെക്കൻഡ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് അല്ലേ? സെക്കൻഡ് ഇൻഡെക്സ്, 3rd ഇൻഡെക്സ്, 4th ഇൻഡെക്സ്, 5th ഇൻഡെക്സ്. സോറി, 6th ഇൻഡെക്സ് ഇല്ല, ബിക്കോസ് അത്രയിൽ 6th ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇൻഡെക്സ് +1 വിൽ ഗിവ് യു ദ പൊസിഷൻ. 6th ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ബിക്കോസ് ഇൻഡെക്സിങ് സ്റ്റാർട്ട്സ് ഫ്രം 0 ആണല്ലോ അല്ലേ? അപ്പോൾ 6th ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അത് എത്രാമത്തെ എലിമെന്റ്? എത്രാമത്തെ പൊസിഷൻ എലിമെന്റ്? 7th എലിമെന്റ്. പക്ഷേ ആ ലിസ്റ്റിന്റെ ഉള്ളിൽ 7 എലിമെന്റ്സ് ഇല്ലല്ലോ. അപ്പോൾ 2:5. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് 2:5? 2 എന്ന് പറയുമ്പോൾ 2 ഇൻഡെക്സ് തൊട്ട് 5th ഇൻഡെക്സ് വരെ നമ്മൾ സ്ലൈസ് ചെയ്യുന്നു. ഇത് 2 ഇൻഡെക്സ് ആണ്, ഇത് 3 ഇൻഡെക്സ് ആണ്, ഇത് 4 ഇൻഡെക്സ് ആണ്, ഇത് 5 ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ ഏത് ഡിറക്ഷനാണ്? നോക്കൂ, ഫോർവേഡ് ഡിറക്ഷൻ. പോസിറ്റീവ് ഇൻഡെക്സിങ് വാല്യൂസ് ആണ്. ഫോർവേഡ് ഡിറക്ഷൻ ആണെങ്കിൽ അസെൻഡിങ് ഓർഡർ അല്ലേ? ശരിയാണ്. 2 തൊട്ട് 5 വരെ എന്ന് പറയുമ്പോൾ അസെൻഡിങ് ഓർഡർ ആർഗ്യുമെന്റ്സ് അല്ലേ? എവിടെ തൊട്ട്? സ്റ്റാർട്ട് ആർഗ്യുമെന്റ് 2 തൊട്ട് ഏത് ഇൻഡെക്സ് വരെ? 5ാമത്തെ ഇൻഡെക്സ് വരെ. 2, 3, 4, 5 അസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട് ഇറ്റ് ഷുഡ് ഗോ ഓൺലി അപ് ടു സെക്കൻഡ് ആർഗ്യുമെന്റ് -1. 5 -1 4 വരെ. അപ്പോൾ 2 ഇൻഡെക്സ് തൊട്ട് 4 ഇൻഡെക്സ് വരെ അത് പോവുള്ളൂ. 2 ഇൻഡെക്സ്, 3 ഇൻഡെക്സ്, 4 ഇൻഡെക്സ്. അപ്പോൾ ഈ 3 എലിമെന്റ്സ് മാത്രം ഗ്രൂപ്പ് ആയിട്ട് സ്ലൈസ് ചെയ്ത്, ഇതിപ്പോൾ ഗ്രൂപ്പ് ഓഫ് എലിമെന്റ്സ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ ലിസ്റ്റ് ഫോർമാറ്റ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. Then what is the meaning of this one? y(-1)(-4). നിങ്ങൾ പറ -1 തൊട്ട് -4 എന്ന് പറയുമ്പോൾ അത് ഫോർവേഡ് ഇൻഡെക്സിംഗ് ആണോ ബാക്ക്വേർഡ് ഇൻഡെക്സിംഗ് ആണോ? -1, -2, -3, -4 അല്ലേ? അപ്പോൾ -1 തൊട്ട് -4 എന്ന് പറയുമ്പോൾ യു ആർ പ്ലാനിങ് ടു ട്രാവൽ ഇൻ ബാക്ക്വേർഡ് ഡിറക്ഷൻ. ബാക്ക്വേർഡ് ഡിറക്ഷൻ ആണെങ്കിൽ ഈ 2 ആർഗ്യുമെന്റ്സ് അസെൻഡിങ് ഓർഡർ ആർഗ്യുമെന്റ്സ് അല്ലേ? ഡിസെൻഡിങ് ഓർഡർ ആർഗ്യുമെന്റ്സ്. എടാ, ഡിസെൻഡിങ് അല്ലേ? ബാക്ക്വേർഡ് ഡിറക്ഷൻ ആണെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ആണ്. -1 ഇൻഡെക്സ് തൊട്ട് -4 വരെ. ഒന്നുകൂടി ഞാൻ പറയാം, -1 ഇൻഡെക്സ്, ഇത് -2 ഇൻഡെക്സ്, ഇത് -3 ഇൻഡെക്സ്, ഇത് -4 ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ യു ആർ പ്ലാനിങ് ടു ട്രാവൽ ഇൻ ദ ബാക്ക്വേർഡ് ഡിറക്ഷൻ. ബാക്ക്വേർഡ് ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ഇറ്റ് വിൽ ഗോ ഓൺലി അപ് ടു സെക്കൻഡ് ആർഗ്യുമെന്റ് +1. വാട്ട് ഈസ് സെക്കൻഡ് ആർഗ്യുമെന്റ് ഇൻ ദിസ് കേസ്? -4. അതിന് 1 കൂട്ട് -3. അപ്പോൾ സത്യത്തിൽ നമ്മൾ എവിടെ തൊട്ട് ഇവിടെ വരെ പോകുന്നുള്ളൂ? -1 ഇൻഡെക്സ് തൊട്ട് -3 ഇൻഡെക്സ് വരെ പോകുന്നുള്ളൂ. -1, -2, -3. സോ
റിവേഴ്സ് നമ്മളിപ്പോൾ ഔട്ട്പുട്ടായിട്ട് കാണാൻ പോകുന്നത് എന്താണ്? 3 എലിമെൻറ്റ്സ് ഉള്ള ഒരു ലിസ്റ്റാണ്. അതിൽ ആദ്യത്തെ എലിമെൻറ്റ് എന്താണ്? യു ആർ ട്രാവലിംഗ് ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഹലോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എലിമെൻറ്റ് എന്താണ്? 6.5 ആൻഡ് മൂന്നാമത്തെ എലിമെൻറ്റ് എന്തായിരിക്കും? 3.4. യു ക്യാൻ സീ ദ ഔട്ട്പുട്ട്. സോറി, ഇത് വേറൊരു കാര്യം മറന്നുപോയി. ഇത് ഡിസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട് തേർഡ് ആർഗ്യുമെന്റ് കമ്പൽസറി ആട്ടോ. വൈ ഓഫ് അതെന്താണ് ഞാൻ പറഞ്ഞു തരാം, പേടിക്കേണ്ട. -1 തൊട്ട് -4 എന്ന് പറയുമ്പോൾ തന്നെ ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ തേർഡ് ആർഗ്യുമെന്റ് കമ്പൽസറി. ആ തേർഡ് ആർഗ്യുമെന്റ് ഡിസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട്, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ കുറഞ്ഞല്ലേ വരേണ്ടത്. അപ്പോൾ കുറയണമെങ്കിൽ അതിൽ നിന്ന് എന്താ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? -1 അല്ലേ? -1 എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട് മുൻപിൽ. അപ്പോൾ -1 ഇൻഡെക്സ് തൊട്ട് -3 ഇൻഡെക്സ് വരെ തൊട്ട് മുൻപിൽ എലിമെന്റ്, ആദ്യത്തെ ബാക്കിൽ നിന്ന് 3 എലിമെന്റ്സ് സ്ലൈസ് ചെയ്തെടുക്കുന്നു. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ ഇഫ് ദ ഫസ്റ്റ് 2 ആർഗ്യുമെന്റ്സ് ആർ ഡിസെൻഡിങ് ഓർഡർ, തേർഡ് ആർഗ്യുമെന്റ് ഈസ് കമ്പൽസറി. അതേ ഫസ്റ്റ് 2 ആർഗ്യുമെന്റ്സ് അസെൻഡിങ് ആണെങ്കിൽ തേർഡ് ആർഗ്യുമെന്റിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് വിളിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് വാല്യൂ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ. ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആണ്, ബിക്കോസ് ഇറ്റ്സ് എ നെഗറ്റീവ് വാല്യൂ. അതേ അസെൻഡിങ് ഓർഡർ ആണെങ്കിലോ തേർഡ് ആർഗ്യുമെന്റ് ഓപ്ഷണൽ ആണ്, കമ്പൽസറി ഒന്നല്ല കേട്ടോ. ആ തേർഡ് ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ പോസിറ്റീവ് വാല്യൂ. ദെയർഫോർ വി കോൾ ഇറ്റ് ആസ് സ്റ്റെപ്പ് അപ്പ്. നിങ്ങൾക്ക് മനസ്സിലായില്ല, സാരില്ല, ഞാനിപ്പോൾ ഒരു കമാൻഡ് പറയാം. വൈ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ ഒന്നും പറയില്ല, :2. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ഇൻഡെക്സ് എവിടെ തൊട്ടും ഞാൻ പറയുന്നില്ല, എൻഡ് ഇൻഡെക്സ് എവിടെ വരെ ഞാൻ പറയുന്നില്ല. പക്ഷേ സ്റ്റെപ്പ് അപ്പ് വാല്യൂ പോസിറ്റീവ് ആണ്. പറ, സ്റ്റെപ്പ് അപ്പ് വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് ഡിറക്ഷനാ ബാക്ക്വേർഡ് ഡിറക്ഷനാ? ഫോർവേഡ് അല്ലേ? ഫോർവേഡ് ആണെങ്കിൽ എവിടെ തൊട്ട് എവിടെ വരെ എന്ന ആർഗ്യുമെന്റ്സ് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ആ കേസിൽ ഫസ്റ്റ് എലിമെന്റ് തൊട്ട് ലാസ്റ്റ് എലിമെന്റ് വരെ എവറി സെക്കൻഡ് എലിമെന്റ് ആണ് ഞാൻ സ്ലൈസ് ചെയ്യുന്നത് ഇൻ ദ ഫോർവേഡ് ഡിറക്ഷൻ. ഫസ്റ്റ് എലിമെന്റ് തൊട്ട് ലാസ്റ്റ് എലിമെന്റ് വരെ ഫോർവേഡ് ഡിറക്ഷനിൽ, ഫസ്റ്റ് എലിമെന്റ് തൊട്ട് എവറി സെക്കൻഡ് എലിമെന്റ് ഓൾട്ടർനേറ്റീവ് എലിമെന്റ്സ് ആണ്. അപ്പോൾ 1 ൽ നിന്ന് സെക്കൻഡ് എലിമെന്റ് 3, 3 ൽ നിന്ന് സെക്കൻഡ് എലിമെന്റ് 5.6. സോ ദ ഔട്ട്പുട്ട് വിൽ ബി ഓൾട്ടർനേറ്റീവ് എലിമെന്റ്സ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് തേർഡ് ആർഗ്യുമെന്റ് ഫോർവേഡ് ഡിറക്ഷൻ ആണെങ്കിൽ തേർഡ് ആർഗ്യുമെന്റ് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. പക്ഷേ ബാക്ക്വേർഡ് ഡിറക്ഷൻ ആണെങ്കിലോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ബൈ ദിസ് ടൈം? :1. ആക്ച്വലി തേർഡ് ആർഗ്യുമെന്റ് സ്റ്റെപ്പ് ഡൗൺ നെഗറ്റീവ് വാല്യൂ കാണുമ്പോൾ തന്നെ ആ ലിസ്റ്റിന്റെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെ ട്രാവൽ ചെയ്യുന്നു? ബാക്ക്വേർഡ് ഡിറക്ഷൻ അല്ലേ? ബാക്ക്വേർഡ് ഡിറക്ഷൻ ആണെങ്കിൽ ലാസ്റ്റ് എലിമെന്റ് തൊട്ട് ഫസ്റ്റ് എലിമെന്റ് വരെ അല്ലേ? അപ്പോൾ ഈ സ്റ്റെപ്പ് ഡൗൺ വാല്യൂ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? സ്റ്റെപ്പ് ഡൗൺ വാല്യൂ എവറി എലിമെന്റ് ഫ്രം ലാസ്റ്റ് എലിമെന്റ് ടു ഫസ്റ്റ് എലിമെന്റ്, എവറി എലിമെന്റ് ബിഫോർ ഇറ്റ് എന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വൈറ്റ് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്ത് കാണിക്കുന്നു. കംപ്ലീറ്റ്ലി റിവേഴ്സിംഗ് എ ലിസ്റ്റ്. കണ്ടോടാ, ഒറിജിനൽ ലിസ്റ്റിൽ ഹലോ ലാസ്റ്റ് എലിമെന്റൽ ലാസ്റ്റ് പൊസിഷനിലായിരുന്നു, 1 ഫസ്റ്റ് പൊസിഷനിലായിരുന്നു. അങ്ങനെ ദിസ് ഈസ് ദ ഷോർട്ട് കട്ട് കമാൻഡ് ഫോർ റിവേഴ്സിംഗ് എ ലിസ്റ്റ്. അതുപോലെ തന്നെ ഒരു സ്ട്രിങ് നോക്കൂ. എസ് എന്ന് പറയുന്ന വേരിയബിളിനെ ഞാൻ ഹലോ കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, എസ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ :1 എന്ന് പറഞ്ഞാൽ എന്തായി നോക്ക്? എന്തായി? ആ ഹലോ കംപ്ലീറ്റ്ലി റിവേഴ്സ് ആയി കിട്ടും. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് വൺ? വൈ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ :2 എന്ന് പറയുമ്പോൾ ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റ് വരെ ബാക്ക്വേർഡ് ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ലാസ്റ്റ് എലിമെന്റിൽ നിന്ന് എവറി സെക്കൻഡ് എലിമെന്റ് ബിഫോർ ഇറ്റ്, ഓൾട്ടർനേറ്റീവ് സെക്കൻഡ് എലിമെന്റ് ബിഫോർ ഇറ്റ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഹലോ ആണ് ലാസ്റ്റ് എലിമെന്റ്, അതിൽ നിന്ന് സെക്കൻഡ് എലിമെന്റ് 3.4, അതിൽ നിന്ന് സെക്കൻഡ് എലിമെന്റ് 2. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, അതാണ് സ്ലൈസിങ്. ഇനി കൂടുതൽ നമുക്ക് സ്ലൈസിങ്ങിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കില്ല. സോ ഇന്നത്തേക്ക് സെഷൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. നാളത്തേക്ക് ഒരു വീഡിയോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഹോപ്പ് ദിസ് മൈഡ് ഹാവ് ഗിവൻ യു ലിറ്റിൽ ബിറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ചെറിയ വീഡിയോസ് ആക്കാനുള്ള കാരണം നിങ്ങൾക്ക് വലിയ ലെന്തി ടൈം ഉണ്ടാവില്ല, പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാം, പലവട്ടം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കാം കേട്ടോ. സോ താങ്ക് യു വെരി മച്ച്. സി യു.